വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നഥനയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കാമെന്ന് ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൽ ആശിക്കുന്നു. നഥനയേലിനെ യേശുവിന് പരിചയപ്പെടുത്തുന്നത് ഫിലിപ്പോസാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:45 മുതലുള്ള വാക്യങ്ങളിൽ ഫിലിപ്പോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് നഥനയേലിനോട് പറയുന്നുണ്ട്, ഞാൻ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അക്കാലത്ത് യേശുവിനെ പരിചയപ്പെട്ടവരും യേശുവിനെ അടുത്തറിഞ്ഞവരുമായ യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുകയോ യേശുവിനെ കാണിച്ചു കൊടുക്കുകയോ യേശുവെ പരിചയപ്പെടുത്തുന്നതോ ഒരു പതിവായിരുന്നു. അപ്രകാരം ഫിലിപ്പോസ് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് തൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന നഥനയേലിനോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. നഥനയേലിനപ്പോൾ അത് വിശ്വസിക്കുവാൻ അല്പം പ്രയാസമുണ്ട്. നഥനയേൽ ചോദിക്കുന്നുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. നസ്രയത്തിൽ നിന്നൊരു പ്രവാചകൻ വരുമെന്ന് യഹൂദന്മാർക്ക് വിശ്വസിക്കുവാൻ വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നസ്രയത്തിൽ നിന്ന് വലിയ നന്മയും വരുമെന്ന്. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നഥനയേലിന് അത് ഉൾക്കൊള്ളുവാൻ ഒരു പ്രയാസമുണ്ട്. എന്നാൽ ഫിലിപ്പോസ് വീണ്ടും നഥനയേലിനെ യേശുവുമായി കോണ്ടാക്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ കൂട്ടിമുട്ടിപ്പിക്കണം എന്നുള്ള തൻ്റെ ആഗ്രഹത്തിൽ പറയുന്നു, വന്ന് കാൺമീൻ എന്നവനോട് പറയുന്നു. നഥനയേൽ അവനോട്, എന്നാൽ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് അവനോട് മറു ചോദ്യമായി പറയുന്നു, ഒരു അഭിപ്രായമായിട്ട് പറയുന്നു, വന്നു കാൺമീൻ. അത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് സംശയിച്ചിരുന്ന നഥനയേൽ യേശുവിനെ വന്നു കാണുന്നതിനായിട്ട് പോകുന്ന ഭാഗമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ ഫിലിപ്പോസ് നഥനയേലുമായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശു ഒറ്റ നോട്ടത്തിൽ നഥനയേലിനെ കണ്ടിട്ട് പറയുന്ന ഒരു വലിയ സാക്ഷ്യമുണ്ട്. 47-ാം വാക്യം, യേശു നഥനയേൽ വരുന്നത് കണ്ടിട്ട് 47-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രയേലിൽ അവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് യേശു പറയുന്ന സാക്ഷ്യം. എന്നാൽ നഥനയേലിന് യേശുവുമായിട്ട് ഒരു മുൻപരിചയവുമില്ല. എന്നിട്ടും യേശു പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല. നഥനയേൽ ആകപ്പാടെ അമ്പരന്നുകൊണ്ട് എന്നെ എവിടെ വെച്ചു കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് യേശു പറയുന്നുണ്ട്, നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അത്തിയുടെ ചുവട്ടിൽ ഇരുന്നപ്പോൾ കണ്ട യേശു. ഫിലിപ്പോസ് വിളിച്ചത് കൊണ്ടാണ് വന്നത്, പക്ഷെ കണ്ടത് യേശുവാണ് ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ദൈവത്തെ അടുത്തറിയുന്നതിന് എത്രയോ മുമ്പ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടവനാണ്. നാം ദൈവത്തെ അടുത്തറിയുവാൻ, നാം ദൈവത്തെ രുചിച്ചറിയുവാൻ അല്പം വൈകിയാലും കുറെ താമസമെടുത്താലും അതിനൊക്കെ ഒത്തിരി മുമ്പേ നമ്മെ കണ്ടൊരു ദൈവമുണ്ട്. നഥനയേലിനെ അത്ഭുതപ്പെടുത്തിയത് അതാണ്, അത്തിയുടെ ചുവട്ടിലിരുന്നപ്പോൾ. എന്താണ് അത്തിയുടെ ചുവട്ടിന്റെ പ്രത്യേകത? യഹൂദ പാരമ്പര്യമനുസരിച്ച് വിശ്വാസികളായ യഹൂദ പുരുഷന്മാർ തങ്ങളുടെ യാത്രാമധ്യേയും തൻ്റെ മറ്റ് കാര്യാദികൾക്ക് വേണ്ടി പോകുമ്പോഴും ആ കൃത്യസമയത്ത് പ്രാർത്ഥന നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു വിശ്വാസികളായ പുരുഷന്മാർ. ഒരു കാരണവശാലും സമയബന്ധിതമായ പ്രാർത്ഥനകൾ അവർ മുടക്കാറില്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമുള്ള സമയമാകുമ്പോൾ അക്കാലങ്ങളിൽ ഇടതൂർന്നു വളർന്ന ഇലകളുള്ള അത്തിവൃക്ഷത്തിൻ്റെ താഴെയുള്ള ആരുമില്ലാത്ത വിജനമായ ഇടങ്ങളാണ് അവർ ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തിയുടെ ചുവട്ടിലിരുന്ന് നഥനയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം യേശു നഥനയേലിനെ കണ്ടത് എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത്തിയുടെ ചുവട്ടിൽ വെച്ച് തന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്, താൻ സ്തംഭിച്ചു പോവുകയാണ്. ഞാൻ കണ്ടില്ലല്ലോ എന്നതാണ്.
അപ്പോൾ അത്തിയുടെ ചുവട്ടിൽ വെച്ച് കണ്ടു എന്ന അടയാള സഹിതം യേശു പറഞ്ഞപ്പോൾ നഥനയേലിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായി യേശു കണ്ടത് അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനെയാണെങ്കിൽ യേശു പറഞ്ഞ സാക്ഷ്യം എന്താണ്? ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. അതുവഴി നടന്നു പോകുന്ന എല്ലാ വ്യക്തികളും കണ്ടത് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നഥനയേലിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ധ്യാനിക്കുന്ന നഥനയേലിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വിശ്രമിക്കുന്ന നഥനയേലിനെ ആയിരിക്കാം. എന്നാൽ യേശു കണ്ടത് നഥനയേലിന്റെ ഉള്ളാണ്. ഇതൊരു വലിയ ആത്മീക സത്യമാണ്. പുറമേ ഉള്ളത് മനുഷ്യർ കാണുമ്പോൾ അകമേ ഉള്ളത് കാണുന്നവനാണ് സർവശക്തനായ ദൈവം. പുറമേ ഉള്ളവർ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്തുതികളും സ്തോത്രങ്ങളും ആരാധനയും ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ പുറമേ ഉള്ളത് കണ്ട് വിലയിരുത്തുമ്പോൾ അകം കണ്ട് സർട്ടിഫിക്കറ്റ് തരുന്നവനാണ് ദൈവമെന്ന് ഈ ഭാഗത്തുനിന്ന് എത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. ആ കണ്ട കാഴ്ചയിൽ യേശു കർത്താവ് എന്താ കണ്ടത്? ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവൻ കപടമില്ലാത്തവൻ, ഇവൻ കളങ്കമില്ലാത്തവൻ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മെ അത്തിയുടെ ചുവട്ടിലും വീട്ടുമുറ്റത്തും പള്ളിയിലും റോഡിലും ഒക്കെ കാണുന്ന ദൈവം നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം പറയുവാൻ തുടങ്ങിയാൽ ആ സാക്ഷ്യം ഇതുപോലെ അനുകൂലമായ സാക്ഷ്യമായിരിക്കുമോ അതോ പ്രതികൂലമായ സാക്ഷ്യമായിരിക്കുമോ? ഇവിടെ നഥനയേലിന്റെ അത്ഭുതം കണ്ടിട്ട് യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞാൻ അത്തിയുടെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിക്കുന്നല്ലേ, എന്നാൽ നീ ഇതിലും വലുത് കാണും. വലിയത് കാണുവാനായിട്ടാണ് നഥനയേലിനെ യേശു കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു 48 വാക്യത്തിന്റെ അവസാന ഭാഗം, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. 50 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയവ കാണും. 50 വാക്യം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:50 വാക്യം, നീ ഇതിലും വലുത് കാണും. അത്തിയുടെ ചുവട്ടിലിരുന്ന നഥനയേലിനെ വലിയത് കാണുവാനായിട്ട് വിളിച്ച യേശു കർത്താവ്, അവനെ വിളിച്ചപ്പോൾ അവൻ ഒന്ന് പോയി നോക്കിക്കളയാം എന്ന് വിചാരിച്ച് വന്നതാണെങ്കിൽ വലിയ ദർശനത്തിലൂടെ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അവന്റെ വിശ്വാസം വർദ്ധിച്ചത് എപ്പോഴാണ്? ഒരടയാളം കണ്ടപ്പോഴാണ്. യേശു പറഞ്ഞു, നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നില്ലായിരുന്നോ, അപ്പൊ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ അടയാളത്തിലൂടെ അവന്റെ വിശ്വാസം വർദ്ധിച്ചപ്പോൾ യേശു അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നു എന്നു പറഞ്ഞത് കാണാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, അത് കേൾക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, ഇതിലും വലുത് കാണുവാനായിട്ടാണ് ഞാൻ വിളിച്ചത്. പ്രിയരെ, യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ അനുഭവങ്ങളിലൂടെ ഓരോ വ്യക്തികളിലൂടെ വിളിച്ചടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം ഈ ലോകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാനായിട്ടും അതിൽ ആശ്വസിക്കുവാനുമായിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇതിലും വലിയൊരു വിളിയാണ്. നഥനയേലിനെ വലിയത് കാണാനായിട്ടാണ് യേശു വിളിച്ചതെങ്കിൽ ഇന്ന് നമ്മെയും വലിയത് കാണാൻ വിളിക്കുന്നു. എന്താണ് ആ വലിയത്? ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ നിത്യതയുടെ പരിപൂർണത, നിത്യതയുടെ സന്തോഷം, ക്രിസ്തുവിനോടത്തുള്ള വലതുഭാഗത്തെ പ്രമോദങ്ങൾ, ഇത് കാണാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ബലഹീനമായ വിശ്വാസം നിമിത്തം അത്തിയുടെ ചുവട്ടിൽ വെച്ച് എന്നെ കണ്ടല്ലോ, അത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നാം ആശ്വസിക്കുന്നവരായി തീരുന്നുണ്ട്. ഈ ഭൂമിയിലെ ചെറിയ ചെറിയ കാഴ്ചകൾക്കായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുമപ്പുറമായിട്ട് യുഗങ്ങൾക്ക് മുമ്പേ പിതാവ് പുത്രനിലൂടെ ദാനമായി തന്ന വലിയ രക്ഷ കാണുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ നഥനയേലിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ഇതിലും വലിയത് നീ കാണും. മറ്റൊരു പാഠം, യേശു ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശുവിന് ആ വ്യക്തിയെക്കുറിച്ച് പറയുവാൻ വ്യക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. അത് പുറംമോടികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അകം നോക്കിയിട്ട് ദൈവം തരുന്ന സാക്ഷ്യത്തിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ദൈവമുള്ളവരായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.